എക്സാമിനേഷന് വേണ്ടി, പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 54:13 നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകും നിങ്ങളുടെ മക്കൾ. ഞാൻ നിന്റെ നാവിൽ പകർന്ന എൻ്റെ വചനത്തെയും ഞാൻ നിന്റെ ഉള്ളിലാക്കിയ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, തലമുറകളെ ഓർക്കുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, കർത്താവേ, ഇവരുടെ ജനറേഷനെ, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഇവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ, ഒരിക്കലും ഇവരുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടാതെ, കർത്താവിന്റെ ദാസൻ PG വർഗീസ് അങ്കിൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കർത്താവേ, 1 മണിക്കൂറത്തേക്ക് പോലും ഈ കുഞ്ഞുങ്ങൾ പിഴച്ചു പോകാതെ, 1 മണിക്കൂറത്തേക്ക് പോലും ഈ തലമുറകൾ നശിച്ചു പോകാതെ, ഈ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മഹത്വം, നിന്റെ സാന്നിധ്യം അവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വരട്ടെ. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആ ജ്ഞാനത്തെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ വിസ്ഡം കൊടുക്കണമേ, എക്സാം എഴുതുവാനുള്ള കൃപ കൊടുക്കണമേ, നീ അവരെ ബലപ്പെടുത്തണമേ, പഠിക്കുവാനുള്ള ഉത്സാഹം കൊടുക്കണമേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവരുടെ ടൈം വേസ്റ്റ് ആയി പോകാതെ, അവരുടെ ടൈം മാനേജ് ചെയ്യാൻ, കൃത്യമായിട്ട് അവർ ടൈം മാനേജ് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകണമേ. അവർ എക്സാം ഹാളിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനുകൾക്കും കൃത്യമായി ആൻസറുകൾ എഴുതാനുള്ള സമയങ്ങൾ അവർക്ക് ഇനഫ് ആകണമേ യേശുവിന്റെ നാമത്തിൽ. ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഇങ്ങനെ വിയർക്കാറുണ്ട്, അലർജികൾ വന്ന് വിയർക്കാറുണ്ട്. എക്സാം ഹാളിൽ കയറുമ്പോൾ അവർക്ക് പേന പിടിച്ച് എഴുതാൻ കഴിയാതെ അവരുടെ പേപ്പറുകൾ നനയുന്നത് പോലെ കൈകൾ വിയർക്കുന്ന അലർജികളുണ്ട്. അതിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പാൽപിറ്റേഷൻ പോലെ ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥകളുണ്ട്, അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാമിന്റെ ടൈം ആകുമ്പോൾ പനി ഉണ്ടാകുക, എക്സാമിന്റെ ടൈം ആകുമ്പോൾ തലവേദന വരിക, എക്സാമിന്റെ സമയമാകുമ്പോൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള എല്ലാ രോഗശക്തി